ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇൻട്രോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ട്രിപ്പ് പോവാട്ടോ. ഗോകുണ്ട്, വൈശാഖുണ്ട്, അതിലുണ്ട്, ദിനുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ്. ഞങ്ങളങ്ങനെ യാത്ര തിരിച്ചപ്പം നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തെത്തി കേട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലോകം കാണാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പാട്ട് പാടുന്ന വീഡിയോ എടുക്കണം. അതിനുള്ള തുടക്കമായിരുന്നു കേട്ടോ. ഒരു കടക്കങ്ങും അടിച്ചെന്ന് കുടിച്ചിട്ട് വലിച്ചെല്ലാം കിട്ടിച്ചിട്ടുണ്ട് അടിച്ചിട്ടും മറിച്ചിട്ടും കുടിച്ചിട്ടും വലിച്ചിട്ട് കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജ്വല്ലറി ഉള്ള സ്ഥലമാണ് കൊടുവള്ളി. ഇപ്പം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായെന്നൊക്കെ വിചാരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറി ഉള്ള സ്ഥലമാണ് കൊടുവള്ളി. അതാണ് പറഞ്ഞത് കേട്ടോ. വൈശാഖണ്ണി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരികയായിരുന്നു. അടുത്തടുത്ത് ജ്വല്ലറി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം തലതിരിച്ചാണ് കാണുന്നതെന്ന് എനിക്കറിയാം. വേറൊരു നിവൃത്തിയില്ല. എനിക്ക് കൂടുതൽ എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തിയതാട്ടോ. കടയുടെ പേരൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സുൽത്താൻ ബത്തേരി അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി ഒരു സ്ഥലത്തിരുന്ന് വൈശാഖത്ത് കസാറ്റ് വാങ്ങിച്ചു. അതിൻ്റെ വില ഇപ്പോൾ കേൾക്കും നിങ്ങൾ. അതിൻ്റെ ചർച്ചയിലൊക്കെയാണ് പിന്നെ ചായ കുടിക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ കണ്ട ഒരു പറമ്പിൽ നിന്ന് കൊക്കോക്ക പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഞങ്ങളുടെ സ്പോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാട്ടിനുള്ളിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നൈസായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാനങ്ങനെ ടൂറൊന്നും പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല. നല്ലതായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ചെന്ന പാസ്പോർട്ടിൽ ആൾക്കാരൊന്നും ഇല്ല, പട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മടുപ്പുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല നൈസായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ, ഫുള്ള് കാടാണെന്നേ ഉള്ളു. ഗോപുവിന്റെ നടു വന്ന് നിവർത്തുകയാണ് ഗോപു. കാള് എനക്കൊന്നുമില്ല. നമ്മുടെ പ്ലാൻ ചെയ്തിരുന്ന ഫുഡ് നമ്മളവിടെ വൈകിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം പയ്യന്മാർ പറക്കുകയാണ്.
സംഭവം കുഴപ്പമൊന്നുമില്ല. അവിടെ ഇച്ചിരി ഇച്ചിരിയൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നല്ലൊരു തോന്നുന്നുണ്ടായിരുന്നു. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളങ്ങനെ റൂമൊക്കെ നോക്കാം. ഞങ്ങൾ ടോട്ടൽ 3 റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് റൂമാണ്. പിന്നെ ചിലതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ റൂമായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടത്. ഇതിനും ആ കോണിപ്പടി കയറി പോകുന്നത് നിങ്ങൾ നോക്കണ്ട. മുകളിൽ 2-3 ബെഡ് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ ഫുള്ളൊന്നും എനിക്ക് ഉൾപ്പെടുത്താനായിട്ട് ആയിട്ടില്ല കേട്ടോ. ചില പോരായ്മകളുണ്ട്. ആദ്യത്തെ വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയാണ് അടുത്ത് ഫുഡ് ഉണ്ടാക്കാനുള്ള കലാപരിപാടിയിലേക്ക് കടക്കുക. അങ്ങനെ ഫഹദായിരുന്നു ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിയത്. ഗീ റൈസാണ് അടുത്ത് ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ദിബോട്ടനായിരുന്നു മെയിൻ ഷെഫ് കേട്ടോ. ദിബോട്ടനായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കിയത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഫുഡ് ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു സുഖം. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു റീല് എടുത്തായിരുന്നു ഞങ്ങൾ. അത് ഞാൻ ഷോർട്ടായിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്ത കേട്ടോ. ഇത് ജാനുവരി പോയ ട്രിപ്പാണ്. ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇറക്കുന്നത്. കുറച്ചുകൂടെ ഇട്ടോ എന്നാ മതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ഒരു ക്യാമ്പ് ഫയറോടെ നമ്മുടെ ട്രിപ്പ് ഫസ്റ്റ് ഡേ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ഈ അടുത്ത് ഞാൻ സെക്കൻഡ് ഡേയിലെ വീഡിയോ ഇടുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഓക്കെ, ബൈ.